everyone. In previous class, we discussed about the essential elements of the valid contract. Now, let us talk about kinds of contract. Indian Contract Act may be classified into three broad categories. First one, according to the enforceability. Second one, according to the mode of formation. Third one, according to the performance. Then, according to the enforceability, the contracts are divided into four types. First one, valid contract. Second one, void contract. Third, voidable. Fourth, unenforceable contract. What is valid contract? A contract which satisfies all legal requirements in the Contract Act Section 10. Section 10 പറയുന്ന കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 10 പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാ ലീഗൽ റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. A valid contract is one which satisfies the legal requirements as laid down the Section 10 of the Indian Contract Act 1872. Example, A wants to sell his house to B for rupees 20 lakh. A offers, B accepts. B accepts that contract, then that is a valid contract. Second one, void contract. Second one, void contract. In Indian Contract Act 1872, Section 2, subsection J, clause J, pragaram, a contract which ceases the enforceable by law. A contract which ceases to be the enforceable by law becomes void. ഒരു കോൺട്രാക്ട് ലീഗൽ എൻഫോഴ്സിബിലിറ്റിയെ സീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലീഗൽ എൻഫോഴ്സിബിലിറ്റിക്ക് എതിരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ദാറ്റ് കോൺട്രാക്ട് ഈസ് വോയിഡ്. ആ കോൺട്രാക്ട് വോയിഡ് ആയിരിക്കും. വാലിഡ് കോൺട്രാക്ട് സെക്ഷൻ 10 പറയുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നുണ്ടെങ്കിൽ വാലിഡ് കോൺട്രാക്ട് ആണ്. വോയിഡ് കോൺട്രാക്ട് സെക്ഷൻ 2 ക്ലോസ് ജെ പ്രകാരം ലീഗലി ഉള്ള കാര്യങ്ങൾ മൂവ് ചെയ്യിക്കാൻ പറ്റാതെ വരുമ്പോൾ, അതായത് എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സീസ് ചെയ്യുന്ന സമയത്ത് അതെന്തായി മാറും? വോയിഡ്. അതായത് വാലിഡ് കോൺട്രാക്ട് ആണെങ്കിൽ 2 ടൈപ്സ് ഉണ്ട്. 2 റൈറ്റ്സുകളാണ് ഒരു വാലിഡ് കോൺട്രാക്ടിന്. റൈറ്റ് ഇൻ റം, റൈറ്റ് ഇൻ പേഴ്സണൽ. റൈറ്റ് ഇൻ റം എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. അതായത് എൻഫോഴ്സിബിലിറ്റിയിൽ ഫസ്റ്റ് വൺ വാലിഡ്, സെക്കൻഡ് വൺ വോയിഡ്, തേർഡ് വൺ വോയിഡബിൾ. വോയിഡബിൾ കോൺട്രാക്ട് ഡിഫൈൻസ് ഇൻ ദ സെക്ഷൻ 2 clause I. Section 2 clause I of the Indian Contract Act 1872. Indian Contract Act 1872 പ്രകാരം section 2 subsection I പ്രകാരം an agreement which is enforceable by law at the option of one or more of the parties thereon, but not at the option of other or others, is a voidable contract. That means voidable contract എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും both of the parties have a contract. അതിൽ ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും one of the parties avoid the contract. ഏതെങ്കിലും ഒരു പാർട്ടി അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ that is voidable. both of the parties ഉണ്ടായിരിക്കും ഒരു കോൺട്രാക്റ്റിൽ. ആ both of the parties-ൽ ഏതെങ്കിലും ഒരാൾ അഗ്രീവ്ഡ് പാർട്ടി, കാരണം കൊയേഷൻ മൂലമോ അൺഡു ഇൻഫ്ലുവൻസ് മൂലമോ ഒക്കെ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പാർട്ടി
എ ആൻഡ് ബി, അല്ല ബി കൊയേഷൻ മൂലമോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലമോ ആണ് എന്തിലേക്ക് കടന്നിട്ടുള്ളത്, കോൺട്രാക്റ്റിലേക്ക് കടന്നിട്ടുള്ളതെങ്കിൽ ആ കോൺട്രാക്റ്റിനെ ആ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോൺട്രാക്റ്റിൽ നിന്ന് മാറാൻ പറ്റും. അതായത് അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ അവോയ്ഡ് ദ കോൺട്രാക്ട്. അതാണ് വോയിഡബിൾ കോൺട്രാക്ട്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാം, അപ്പൊ അത് വോയിഡബിൾ ആവും. ഇപ്പൊ വോയിഡും അല്ല വോയിഡബിളും അല്ല. വോയിഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വോയിഡ് അല്ല, പക്ഷെ വോയിഡബിൾ അസാധു ആയേക്കാം, അതാണ് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു പാർട്ടി അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതെന്താവും, അസാധു ആയേക്കാം. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an unenforceable contract is one which is valid in itself but cannot be enforced in the court of law. അത് സ്വയം വാലിഡ് ആണ്, പക്ഷെ കോർട്ട് ഓഫ് ലോ പ്രകാരം അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റില്ല. ഡ്യൂ ടു സം ടെക്നിക്കൽ എറേഴ്സ്, ഡ്യൂ ടു സം ടെക്നിക്കൽ ഡിഫെക്ട്സ് ലൈക്ക് absence of writing, expiry of date, requisites of stamp but do not stick the stamp. We can forget to stick the stamp. These are all the technical errors, technical defects. Due to these technical defects, the contract not enforceable. The enforceability of contract is defected. Okay. Then second broad classification. First broad classification is valid contract, void contract, voidable contract, and unenforceable contract. The second broad classification is mode of creation or formation. The first one, express contract. Express contract means an express contract is one which is made in writing by word or by word. ഒന്നുകിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത്, വായ കൊണ്ട് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നു എക്സ്പ്രസ്. ടോട്ടലി അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബോത്ത് ഓഫ് ദ പാർട്ടീസ് എക്സ്പ്രസ്ഡ് ദയർ ഡിമാൻഡ്സ്, ഐഡിയാസ്. ദിസ് ഈസ് നോൺ ആസ് എക്സ്പ്രസ്ഡ് കോൺട്രാക്ട്. നെക്സ്റ്റ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഇൻ വേർഡ്സ്, വാക്കുകൾ കൊണ്ട് പറയുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഇൻ വേർഡ്സ്. ദ കണ്ടിന്യൂസ് actions, continuous course of actions, continuous course of dealings between the two persons and the two parties may give rise to implied contract. ഇവിടെ വേർഡ്സ് ഇല്ല, അവരുടെ ആക്ഷൻസ്, അവരുടെ ഡീലിങ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ ആ കോൺട്രാക്ട് ഫോർമേഷൻ നടക്കുന്നു. നോക്കാം, നമ്മൾ ബസ്സിൽ കയറി നമ്മൾ കണ്ടക്ടർക്ക് സ്ഥലം പറഞ്ഞു, കാശ് കൊടുത്തു, ആ സ്ഥലത്ത് ഇറക്കി തരണം എന്നുള്ളതാണ് ആ കോൺട്രാക്ട്. അത് കോഫി ഹൗസിൽ പോയി ഒരു ടീ ഓർഡർ ചെയ്തു, ആ ടീ എടുത്തു, ടീ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുക്കും. കാശ് കൊടുക്കണം എന്ന് ഏറ്റവും ആദ്യം കോൺട്രാക്ട് എഴുതി ഒപ്പിട്ടിട്ടൊന്നുമല്ലോ നമ്മൾ കയറി ചെയ്യുന്നത്. അതാണ് എന്ന് പറയുന്നത് ഇംപ്ലൈഡ് കോൺട്രാക്ട്. അവിടെ ഒരു ഡീലിങ്സ് വരികയാണ് ബോത്ത് ഓഫ് ദ പാർട്ടീസ് തമ്മിൽ. അതിനെ ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഫസ്റ്റ് വൺ എക്സ്പ്രസ് കോൺട്രാക്ട്, സെക്കൻഡ് വൺ ഇംപ്ലൈഡ് കോൺട്രാക്ട്, തേർഡ് വൺ quasi contract. It is not a contract. A quasi contract is not a contract, but they are enforceable as contract. Contract പോലെയാണ്. A finder of a good എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേഴ്സ് വീണുപോയി, ആ പേഴ്സ് കിട്ടിയപ്പോൾ അതിൽ ഓപ്പൺ ചെയ്തപ്പോൾ എന്തെല്ലാം ഉണ്ട്, അഡ്രസ് ഉണ്ട്, ലൈസൻസ്, അതിലൊക്കെ അഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു അത് ആരുടെയാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഈ വീട്ടിലോ ആരുടെ ആയിരുന്നു എങ്കിൽ അവരുടെ കയ്യിലോ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അതാണ് എന്ത് ക്വാസി കോൺട്രാക്ട്. അവിടെ ഒരു അർദ്ധ കോൺട്രാക്റ്റുകൾ രൂപപ്പെടുന്നു. കാരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് വെക്കല്ല, അത് അവർക്ക് കൊണ്ടു കൊടുക്കണം. അവിടെ ഒരു കോൺട്രാക്ട് രൂപപ്പെട്ടു. അതും ആക്ഷനിലൂടെയാണ്. അതുകൊണ്ട് അത് ക്വാസി കോൺട്രാക്ട് ഈസ് നോട്ട് എ കോൺട്രാക്ട്, ബട്ട് എ കോൺട്രാക്ട് ദേ ഹാവ് ആൻ enforceable contract.
അവിടെ എന്താ ഉണ്ടാവുക? എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആയി മാറുകയാണ് പിന്നീട്. ആ ഫൈൻഡർ ഓഫ് ഗുഡ് അല്ലെങ്കിൽ ആ പേഴ്സ് കണ്ടെത്തുന്ന വ്യക്തി ആണ് പിന്നീട് അത് കോൺട്രാക്റ്റ് ആക്കുന്നത്. അതിൽ കൺസിഡറേഷൻ ഇല്ല. കൺസിഡറേഷൻ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദർ ഈസ് നോ കൺസിഡറേഷൻ ബട്ട് പ്രസന്റ്, അതായത് ഗിഫ്റ്റ് കൊടുക്കാം. ആ പേഴ്സ് കണ്ടു കിട്ടിയ വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? കൺസിഡറേഷൻ കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളതല്ല, അവിടെ കോൺട്രാക്ട് രൂപപ്പെടുന്നത് ആ ഫൈൻഡർ ഓഫ് ഗുഡ്സിന്റെ കയ്യിൽ ആ ഗുഡ് കിട്ടുന്ന സമയത്താണ്. ഇതിനെയാണ് എന്ന് പറയുന്നത് ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. The third broad classification is according to the performance. According to the performance, the contracts are classified into 4: executed contract, executory contract, unilateral contract, and bilateral contract. Executed contract is the first one. Executed contract is both of the parties being performed the or executed completely. Being performed or executed completely. Both of the parties are their obligations are fulfilled. That is called executed contract. കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? എക്സിക്യൂട്ട്. Executory contract means executory contract is one in which under the terms of the contract something remains to be executed by both of the parties. Executed by the both of the parties something remains ആണ്. രണ്ടാൾക്കും കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടു കൂട്ടരും ഒരു കുറച്ച് ഭാഗം ചെയ്യാനുണ്ട്. അതാണ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. ഇനി നടപ്പാക്കാനുള്ള കോൺട്രാക്ട്. നടപ്പാക്കുന്ന കോൺട്രാക്ട് ബോത്ത് ഓഫ് ദ പാർട്ടീസും അവരുടെ ഓഫർ സ്വീകരിച്ച് ആക്സെപ്റ്റൻസ് ആയി, ആക്സെപ്റ്റൻസിൽ നിന്ന് അത് വർക്ക് ചെയ്ത് അവരുടെ കൺസിഡറേഷൻ കൊടുത്തു, കഴിഞ്ഞു. എക്സിക്യൂട്ടറി കോൺട്രാക്ട് ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി കുറച്ചുമുണ്ട്. അതിന് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പാർട്ടീസ് fulfill his obligations but other party is not fulfilled his obligations. That is unilateral. ഒരു ഭാഗം, ഒരാൾ എല്ലാം ചെയ്തു, ഒരാൾ ഒന്നും ചെയ്തിട്ടില്ല. ബയലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ബോത്ത് ഓഫ് ദ പാർട്ടീസും ചെയ്യാനുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. അതിനെന്ന് പറയുന്നു ബയലാറ്ററൽ കോൺട്രാക്ട്. കൺഫ്യൂസ്ഡ് ആവും. എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എല്ലാം ചെയ്തു കഴിഞ്ഞു. എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കുറേശ്ശെ ചെയ്യാനുണ്ട്. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നും ചെയ്തിട്ടില്ല. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തു, ഒരാൾ ചെയ്യാനുണ്ട്. മിക്സി നന്നാക്കാൻ കൊടുത്തു, ആ നന്നാക്കി വെച്ചിട്ടുണ്ട്. കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രതിഫലം കൊടുത്ത് അത് വാങ്ങിയിട്ടില്ല. അതാണ് എന്തെന്ന് പറയുന്നത് യൂണിലാറ്ററൽ. ദീസ് ആർ ഓൾ ദ broad classifications of Indian Contract Act 1872. The different types of kinds of contract. So we will meet the next class. Bye. Thank you. That is in whole world. മൊത്തം ലോകത്തിനുമെതിരെ ആണ് എന്ത് റൈറ്റ് ഇൻ റം എന്ന് പറയുന്നത്. അതായത് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉള്ള അവകാശങ്ങൾ, റൈറ്റ്സ്. ദാറ്റ് ഈസ് റൈറ്റ് ഇൻ റം ആൻഡ് റൈറ്റ് ഇൻ പേഴ്സണൽ. റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് വേൾഡിനെതിരെ അദ്ദേഹത്തിനുള്ള റൈറ്റ്. റൈറ്റ് ഇൻ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹത്തിനുള്ള റൈറ്റ്. എ ഹാവ് എ പ്രോപ്പർട്ടി അഡ്ജസെന്റ് ടു ബി. ബിയുടെ തൊട്ടടുത്ത് സമീപത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ബിയുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് അരികിലായിട്ട്. അത് പക്ഷെ എയുടെയാണ്. The owner of that property is A. A has the full enjoyment and possession of A has the right to full enjoyment and possession of that property. That is right in rem. And right in personal means the right enjoyed by a person against a specific person or persons. ഒരു വ്യക്തിക്കോ മറ്റു വ്യക്തികൾക്കെതിരായിട്ടോ ഒരു വ്യക്തിക്കുള്ള അവകാശം. അതാണ് എന്ത് റൈറ്റ് ഇൻ പേഴ്സണൽ. ഇതൊരു വാലിഡ് കോൺട്രാക്റ്റ് ഉള്ള വ്യക്തിക്ക്, ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് ഉള്ള അവകാശങ്ങളാണ്. അപ്പൊ വാലിഡ് ആൻഡ് വോയിഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണും.
വാലിഡ് എന്ന് പറഞ്ഞാൽ ലീഗൽ റിക്വയർമെന്റ്സ് ഫുള്ളായി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാലിഡ് കോൺട്രാക്ട്. വോയിഡ് കോൺട്രാക്ട് മീൻസ് the contract ceases the enforceability. എൻഫോഴ്സിബിലിറ്റിയെ സീസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻഫോഴ്സിബിൾ ലോയെ എൻഫോഴ്സിബിലിറ്റിയെ സീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വോയിഡ്. ഈ വോയിഡ് കോൺട്രാക്റ്റുകൾ 3 രീതിയിലുണ്ട്. 3 ടൈപ്സ് ആണ് വോയിഡ് കോൺട്രാക്റ്റുകൾ. 3 സമയത്താണ് വോയിഡ് ആകുന്നത്. ഒന്ന് സബ്സീക്വന്റ് ആയിട്ടുള്ള വോയിഡ് ആണ്. സബ്സീക്വന്റ് ഇല്ലീഗാലിറ്റി ആണ്. ഒരു കോൺട്രാക്റ്റുകളും മേക്ക് ചെയ്യുന്ന സമയത്ത് എന്താകുന്നില്ല, വോയിഡ് ആകുന്നില്ല. സബ്സീക്വന്റ് ആയിട്ട് അത് പിന്നീട് നടത്താൻ പറ്റാതെ വരുന്ന സമയങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയത്താണ് അത് എന്താകുന്നത്, വോയിഡ് ആകുന്നത്.